നമ്മുടെ ഓവർസീ ഗ്രേഡ് 1 എക്സാംസിന് നമ്മൾ ഷോർട്ട് കണ്ടന്റുകളുടെ ക്ലാസ്സസിലൂടെ പഠിക്കുമ്പോഴും റെഫറൻസ് ബുക്കിനെ പറ്റി എല്ലാവരും ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു റെഫറൻസ് ബുക്ക് നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമുക്കൊരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇച്ചിരി ഡെപ്തിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിലുള്ള ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനും അതിന്റെ കണ്ടന്റ് കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് അറിയണം. സോ നമ്മുടെ എക്സാംസിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് പറയുന്നത്. ഇതെല്ലാം വാങ്ങാനൊന്നുമല്ല പറയുന്നത്, പക്ഷേ ഈ ബുക്കുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് തെറ്റില്ലാതെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീഡിയോ ക്ലാസ്സസ് നമുക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വീഡിയോ ക്ലാസ്സസിൽ എല്ലാ കണ്ടന്റും വന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വരുന്ന അഡീഷണൽ കണ്ടന്റ് ഒക്കെ പഠിക്കാനായിട്ടും ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആവശ്യം വരും. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊന്നും നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് വേണം എന്നില്ല. സോഫ്റ്റ് കോപ്പീസ് എല്ലായിടവും അവൈലബിൾ ആണ്. പിന്നെ ചില ടെക്സ്റ്റ് ബുക്സ്, അതായത് നിങ്ങൾക്ക് ചില ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് ബുക്സ് എന്നും അസെറ്റ് തന്നെയാണ്, പക്ഷെ അങ്ങനെയല്ല. ചില സബ്ജക്ട്സിന്റെ ബുക്സ് മാൻഡേറ്ററി ആയിട്ടും നമുക്ക് കൈ കരുതണമെന്നുള്ളതുണ്ട്. അപ്പൊ അത് വാങ്ങി കരുതി വെക്കുന്നത് നല്ലതാണ്. ചിലത് പറയുന്നത് മിക്കതും നിങ്ങളുടെയൊക്കെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ എക്സാംസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം LSED എക്സാം നടക്കാനുള്ള ചാൻസസ് പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തൊട്ടേ വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സില്ലി ആയിട്ട് കളയാൻ പറ്റാത്ത എക്സാം ആണ്. അപ്പൊ എക്സാമിന് എക്സാമിനൊപ്പം തന്നെ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡിനൊക്കെ ഓറിയന്റഡ് ആയിട്ട് ഇരിക്കണം. അപ്പൊ എല്ലാം നമ്മൾ ഒരേ ടൈമിൽ തന്നെ പഠിച്ചു വെച്ചാലേ എക്സാംസ് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാത്തിനും ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അപ്പം മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ടോപ്പിക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിന് നമ്മൾ ഒരു 3 ദിവസമൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡേ നമ്മൾ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡിന്റെ ലെവലിൽ ചെയ്യും. സെക്കൻഡ് ഡേ ഫസ്റ്റ് ഗ്രേഡിന്റെ ചെയ്യും. തേർഡ് ഗ്രേഡ് ആണ് IES ലെവലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥി ഏത് ലെവലിലെ ക്വസ്റ്റ്യൻസും ഫേസ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് കിട്ടും. അതായത് അറ്റ്ലീസ്റ്റ് കണ്ട് പരിചയമെങ്കിലും ഉണ്ടായിരിക്കും. ആ രീതിക്കാണ് നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇനി ഒരു എക്സാം വരുമ്പോൾ ആ സമയത്ത് പോയിരുന്ന് പഠിക്കാതെ ഓൾറെഡി ആദ്യമേ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസിന്റെ ട്രാക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻസും മനസ്സിലായി, തിയറി കോൺസെപ്റ്റ് മനസ്സിലാക്കി ഏത് നിമിഷം എക്സാം വന്നു കഴിഞ്ഞാൽ ആ ഫൈനൽ റൗണ്ട് റിവിഷൻ ആൻഡ് പ്രിപ്പറേഷൻ മതിയായിരിക്കും. അതാണ് നമ്മുടെ എൻട്രി ഓഫ് സിവിൽ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത്. സോ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ബുക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാം, SK ഗാർഗ് ആണ്. SK ഗാർഗിന്റെ ആണ്, സന്തോഷ് കുമാർ ഗാർഗിന്റെ ബുക്കാണ് സ്റ്റാൻഡേർഡ് ബുക്കായിട്ടുള്ളത്. 90% അത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് PV ആൻഡ് റോ, മെറ്റ്കാസ് ആൻഡ് എഡിയുടെ ഒക്കെ ബുക്സ് ഉണ്ട്. കുറച്ച് ഹൈ ലെവലാണ്. അപ്പൊ നിങ്ങൾ ഗേറ്റ് ESC ഒന്നും നോക്കുന്നില്ലെങ്കിൽ ആ ബുക്സ് 2 റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് SK ഗാർഗ് തന്നെ NF ആണ്. ഓക്കെ, ഇനി സോയിൽ മെക്കാനിക്സ് ആൻഡ് ഫൗണ്ടേഷൻ 2 ബുക്സ് ആണ്. BC പുണ്യ, അതുപോലെ തന്നെ KR അറോറ. രണ്ടും നല്ല ബുക്സ് തന്നെയാണ്. ഇതിനകത്ത് ചിലർക്ക് അറോറയാണ് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. ആ ഒരു വേറൊന്നും കൊണ്ടല്ല, കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷെ ആ ഒരു റെപ്രസെന്റേഷൻ പേപ്പറിന്റെ ഒക്കെ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കും അറോറ ആയിരിക്കും കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ. ഗോപാൽ രഞ്ജന്റെ ടെക്സ്റ്റ് ബുക്കും നല്ല ബുക്ക് തന്നെയാണ്. ഈ 3ഉമാണ് നമുക്ക് ജിയോടെക്കിന് സ്റ്റാൻഡേർഡ് ബുക്സ് ആയിട്ട് പറയാൻ പറ്റുക. ഇനി ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഹൈഡ്രോളജിക്ക് SK ഗാർഗിന്റെ ബുക്കും, K സുബ്രഹ്മണ്യാണ് ഹൈഡ്രോളജിക്ക് നല്ലത്. ഹൈഡ്രോഗ്രാഫ് പോലുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങൾ വിചാരിക്കും ഒബ്ജക്റ്റീവ് എക്സാം അല്ലേ, വലിയ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വേണ്ട. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. ദെൻ ഹൈവേ എഞ്ചിനീയറിംഗ് നമുക്ക് പോകുമ്പോൾ കന്ന ആൻഡ് ജസ്റ്റോ തന്നെയാണ് നല്ല ബുക്ക്, വേറെ ഒരു റെഫറൻസ് അതിന് പറയാനില്ല. ദെൻ റെയിൽവേ എഞ്ചിനീയറിംഗിന് സതീഷ് ചന്ദ്രയുടെ ബുക്കാണ് നല്ലത്. സർവേയിങ് BC പുണ്യ. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് മോഡി ആൻഡ് സേത്തും ഉണ്ട്, അതുപോലെ തന്നെ ബെൻസാളും ഉണ്ട്. കൂടുതൽ പേരും RK ബെൻസാൾ ആയിരിക്കും റെഫർ ചെയ്യുന്നത്, പക്ഷെ ചില ടോപ്പിക്സ് അതിനകത്ത് ഇല്ലാത്തത് മോഡി ആൻഡ് സേത്തിന്റെ ബുക്ക് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്. സ്റ്റീൽ സ്ട്രക്ചേഴ്സും ബിൽഡിംഗ് മെറ്റീരിയൽസും ഒക്കെ SK ഡഗാലിന്റെ ബുക്ക് തന്നെയാണ് നല്ലത്. MS ഷെട്ടിയുടെ ബുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിനും അതുപോലെ തന്നെ കോൺക്രീറ്റ് ടെക്നോളജിക്കും നമുക്ക് കോൺക്രീറ്റ് ടെക്നോളജിക്ക് യു ക്യാൻ യൂസ് MS ഷെട്ടി ടെക്സ്റ്റ് ബുക്ക്. അത് എന്തുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാര്യം, കഴിഞ്ഞ LSED അതുപോലെ തന്നെ നമുക്ക് തിയറി സീറ്റിൽ നിന്ന് കുറച്ച് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുൾ MS ഷെട്ടിയുടെ സ്റ്റാൻഡേർഡ് ബുക്കിൽ നിന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് അഡീഷണൽ ടെക്സ്റ്റ് ബുക്സും കൂടി വേണം എന്നുള്ളത് ഞാൻ പറയുന്നത്. നമ്മുടെ ക്ലാസ്സസിൽ ഞാനത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. MS ഷെട്ടിയുടെ ബുക്ക് കൂടെ വായിച്ചിട്ട് കോൺക്രീറ്റ് ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാവുള്ളൂ എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് CPM ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ്, നമുക്ക് BC പുണ്യയുടെ ബുക്കും മതിയാവും. ഒത്തിരി ഡെപ്തിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ബെൻസാളും പുണ്യയും തന്നെയാണ്. ബെൻസാളാണ് കുറച്ചുകൂടി എനിക്കൊന്ന് ക്വൈറ്റ് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പം മോസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെ മോസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ഞാൻ പറയാൻ
ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്സ് സോളിഡ്സ് ഫസ്റ്റ് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ അത് തുടർന്നുള്ള സ്ട്രക്ചറൽ അനാലിസിസ് ആവട്ടെ, ഡിസൈൻ ഓഫ് സ്റ്റീൽ, ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, ഈവൻ ജിയോ ടെക്നിക്കലിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ബേസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ മോസിന്റെ കോൺസെപ്റ്റ്സ് കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ബാക്കി ഈ പറഞ്ഞ സബ്ജക്ട്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. സോ മോസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് എക്സാംസ് ഒക്കെ നോക്കുവാണെങ്കിൽ വെയിറ്റേജ് 5-6 മാർക്കൊക്കെ ഉള്ളൂ. പക്ഷേ ഈ 6 മാർക്ക് കൂടാണ്ട് നമ്മുടെ ജിയോ ടെക്നിക്കലിന്റെ 10, അതുകൂടാണ്ട് സ്ട്രക്ചറൽ അനാലിസിസിന്റെ 4, 20 മാർക്ക് ഡിസൈൻ്റെ, മൊത്തം നോക്കിക്കോ 34 മാർക്ക് ഇയാളുടെ കയ്യിലാണ് ഇരിക്കുക. ഓക്കെ, അപ്പം മൊത്തം നമുക്ക് 34 + 6 40 മാർക്ക് ഈ ഒരു മോസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരും. അപ്പം 40 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. കട്ട് ഓഫ് 50+ വരത്തുള്ളൂ. മോസിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പിന്നെ RCC ഡിസൈനകത്ത് നമുക്ക് പിള്ള ആൻഡ് മേനോന്റെ ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്. ദെൻ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് SS ഭവികാട്ടിയാണ്. പിന്നെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കാൻ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. ബിക്കോസ് ഷോർട്ട് കട്ട്സിലൂടെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതി പോവുക. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് എങ്ങനെ STA ചെയ്യാൻ പറ്റും അങ്ങനെ മാത്രം പഠിക്കുക. ഒരുപാട് ഭയങ്കര ഡെപ്തിൽ ഈ ബുക്സ് ഒന്നും എടുത്ത് പഠിക്കാൻ ഒരിക്കലും ഞാൻ റെഫർ ചെയ്യാൻ പറയത്തില്ല. പ്രീസ്ട്രസ് കോൺക്രീറ്റിനകത്ത് കൃഷ്ണരാജുവിന്റെ ബുക്ക് പഠിക്കണം. കാര്യം ഇപ്പൊ പ്രീസ്ട്രസ് കോൺക്രീറ്റ് നമുക്ക് കുറച്ച് അഡ്വാൻസ് ലെവലിൽ എക്സാംസിന് ചോദിക്കുന്നത് കൊണ്ട് മാത്രം. ഓക്കെ, ദെൻ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് രംഗ്വാലയാണ്. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് നമുക്ക് എക്സാംസിന് ഇല്ല, ഓവർസിയർ എക്സാംസിന് എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ അത് രംഗ്വാലയുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ്ലി പഠിക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഡോക്ക് ഹാർബർ ആൻഡ് ടണൽ ശ്രീനിവാസന്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതും ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിക്കാൻ പറയുന്നില്ല. പ്രിസൈസ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് വേണ്ട കോൺസെപ്റ്റ് മാത്രം നമ്മുടെ ക്ലാസ്സസിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടെക്സ്റ്റ് ബുക്സ്. ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്ത് ഫുള്ളി പഠിക്കാനല്ല പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അഡീഷണലി എന്തെങ്കിലും സപ്പോർട്ടിന് വേണ്ടി മാത്രം റെഫറൻസ് ആയിട്ട് മാത്രമാണ് ഈ ബുക്ക് പറഞ്ഞത്. പിന്നെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, പിന്നെ ടണൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയെല്ലാം മോർ ദാൻ ഇനഫ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം വീണ്ടും ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, മെക്കാനിക്സ് സോളിഡ്സിൽ നിന്നാണ് നമ്മുടെ എല്ലാ കോഴ്സസും പഠിപ്പിച്ച് തുടങ്ങുന്നത്. ബിക്കോസ് അതൊരു ബാക്ക് ബോൺ ആണ്. 40% മാർക്ക് ആ ഒരു സബ്ജക്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പിക്സ് എന്നാണ് വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.